എല്ലാവർക്കും എഡ്ജിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് ഡോർ ക്ലോസർ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഡോർമിൽ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഏതൊരു കാർപ്പൻ്റർ സഹായം ഇല്ലാതെ തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ഫങ്ഷനുകൾ ഒക്കെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഓസോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീഡി സീരീസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡോർ ക്ലോസറാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇത് സിലിണ്ടറാണ്, ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നമുക്ക് ഇതിൻ്റെ ലെഗ് അറ്റാച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ ഇതാണ് ഈ ലെഗ് ആം എന്നൊക്കെ പറയുന്ന സംഭവം. ഇത് നമ്മൾ അതിൻ്റെ വാതിൽ കട്ടിലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ ഇത് ഡോർമലാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡ്രോയിങ്ങും കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡോറ് ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നിങ്ങളിവിടെ കാണാൻ കഴിയും. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അകത്ത് നിന്ന് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡോറാണ്. അതേപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് അകത്തോട്ടോ പുറത്തോ ആക്കിയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് ഡോറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് റൈറ്റ് ഹാൻഡ് ആണ് വരുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡോറിലാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉള്ള ഈ ഡയഗ്രാം കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇത് രണ്ട് ഡയഗ്രാം ഉണ്ടാവും, ഒന്ന് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഉണ്ടാവും, റൈറ്റ് ഹാൻഡിൻ്റെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡിലുള്ളത് ലെഫ്റ്റ് ഹാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡോറും വാതിൽക്കട്ടിലും വരുന്നിടത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹോൾസൊക്കെ ഡ്രിൽ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് ഇത് നമ്മൾ വാതിൽക്കട്ടിലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യും. ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളതാണ്. അപ്പോൾ ലെഗിൻ്റെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് കുറച്ച് സ്ക്രൂസ് ഉണ്ട്, പിന്നെ ഒരു ക്യാപ്പാണ്. ഓക്കെ, ഇനി ഇതിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു ഡ്രിൽ മെഷീൻ വേണം, അതുപോലെ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ, അപ്പോൾ 10 ഒരു സ്പാനർ, അതേപോലെ കോൺക്രീറ്റിൻ്റെ വാതിൽക്കട്ടിലായതുകൊണ്ട് നമുക്ക് പ്ലഗ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, PVC പ്ലഗ്. അപ്പോൾ അതിന് നൈലോൺ പ്ലഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺക്രീറ്റിൻ്റെ ബിറ്റ് എടുത്തിട്ടുണ്ട് 5 mm. അതേപോലെ മരത്തിൽ തുളയ്ക്കാനായിട്ട് മരത്തിൻ്റെ ഒരു ചെറിയ ബിറ്റ് സ്ക്രൂ ഒക്കെ കയറ്റാൻ. പിന്നെ കുറച്ച് സ്ക്രൂസ് ഉണ്ട്, നമുക്ക് 6 സ്ക്രൂകളുണ്ട് ഈ സിലിണ്ടറും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു സെലോ ടാപ്പ് വേണം, പിന്നെ നമ്മളെ ഡോർ ക്ലോസറും ഒരു ഡ്രോയിങ്ങും. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ ഡോർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് ഏകദേശം ഫിക്സ് ചെയ്യാൻ. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് ഹാൻഡിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യം ഇതിന് വേണ്ട ഹോൾസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡോറിൻ്റെ ഡയഗ്രാം ഇത് ഡോർമിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഹിഞ്ചസ് ഇവർ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹിഞ്ച് നമ്മൾ ഇതിന് കണക്കാക്കിയിട്ട് വേണം വെക്കാൻ, ഡോറിൻ്റെ കോർണർ. ഓക്കെ, ശേഷം ഇങ്ങനെ വേണം വെക്കാൻ. ആ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ കോർണർ ഇവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഈ ലൈന് ഇവരുടെ ഈ 2 ലൈനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതെന്താക്കുക, ഒട്ടിച്ചെടുക്കുക. കാരണം ഈ ഹിഞ്ച് ഇതിൻ്റെ ലെവലിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. അസിമോനൊക്കെ ടാപ്പ് ഉണ്ടോ? ഒരു ഹെൽപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ഇതൊക്കെ ചെയ്യാൻ. വർക്ക് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോൾസിന് കണക്കാക്കിയിട്ട് ഈ ഡോർമൽ മാർക്ക് ചെയ്യാം. അസിമോനെ ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ടോ?
കോൺക്രീറ്റിൻ്റെ വാതിൽക്കട്ടിലാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡോറ് മരത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദൂരെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക നല്ല ക്ലിയർ ആയിട്ട് മാർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം, ഇവിടെ 4 എണ്ണം. ഇനി നമുക്ക് ഇത് ഡ്രിൽ ചെയ്തിട്ട് വരാം. അത് വൈറ്റ് പിടിച്ചോ. അജിമോനെ ഒന്നും കൊടുത്താ പ്ലഗ് 2 ഉണ്ടായിനല്ലോ. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഡോറിൻ്റെ മുകളിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ പിസ്റ്റൺ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നിന് സ്പീഡ് എന്ന് പറയും, ഒന്നിന് ലാച്ചിങ് എന്നാണ് പറയുക. അപ്പോൾ സ്പീഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഡോറ് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 ഡിഗ്രി വരെ നമുക്ക് എത്ര സ്പീഡിൽ പോകണം എന്നുള്ളതാണ്. അതേപോലെ ലാച്ചിങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആയിക്കോട്ടെ അച്ഛൻ. അപ്പോൾ ഈ ലാച്ചിങ് ഉദ്ദേശിക്കുന്നത് പിന്നീട് നമ്മൾ ഇത് ഡോറ് ക്ലോസ് ആയി അവസാനത്തെ ഒരു 20 ഡിഗ്രി വരെ എത്ര സ്പീഡിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയണം. അപ്പം നമുക്ക് ഡയഗ്രത്തിലുള്ള ആ പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ഡോറിൻ്റെ ഫങ്ഷൻ നടക്കുള്ളൂ. അപ്പം കഴിയുന്നതും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു രീതിയിൽ നിങ്ങൾ എന്താക്കുക വെക്കാൻ നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഡയറക്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ പോയില്ല എങ്കിലും ഞാൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. അത് നമുക്ക് 4 ഫിക്സ് ചെയ്തിട്ട് വരാം. ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഉറപ്പായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ക്ലോസപ്പ് കാണിക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 2 പൊസിഷനിലാണ്, 2 ഹോളിൻ്റെ വലിപ്പമൊക്കെയാണ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ, നല്ല ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വേണം പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ഹോളിൽ നമ്മൾ പൊസിഷൻ ചെയ്യാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡോറ് ക്ലോസ് ആവുന്നുണ്ട് ഓൾറെഡി എന്നുണ്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വേറൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് ഈ നമ്മളെ വാതിൽ കട്ടുമ്പിലേക്ക് പോകേണ്ടതെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ട്രിക്കിയായ സംഭവമാണ് ഇത് വെക്കാൻ, പക്ഷെ എളുപ്പമാണ്. ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് വെക്കുമ്പം വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത് എന്തായാലും 90 ഡിഗ്രിയിലായിരിക്കണം ആദ്യത്തേത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 90 ഡിഗ്രി ആക്കിയിട്ട് വെക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് കൂടുതൽ മാറിപ്പോകും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ഏകദേശം സെറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ
ആസി ഇപ്പോൾ വീഴാതെക്കാൻ വേണ്ടി പിടിക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലാസ്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ സ്ക്രൂ ഇട്ട് കൊടുക്കാം. സ്ക്രൂ ഇവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്ക്. സ്റ്റാർ മറ്റേ അത് ഫ്ലാറ്റ്, മറ്റേ സ്റ്റാർ. അത് സ്റ്റാർ. അതെ, താങ്ക് യു. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം അവിടെ. താങ്ക് യു. അപ്പോൾ ഇനി ഇത് ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള ബോൾട്ടാണ്. അപ്പോൾ ഇത് ഇനി ഫിക്സ് ചെയ്യാം. അല്ലേ കോഡ് ബോക്സിന്റെ മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യണ്ടോ നോക്കാം. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പീഡ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒന്നായിട്ട് നല്ല സ്പീഡിലാണ് ക്ലോസ് ആവുന്നത്. അപ്പോൾ ഇതിൽ ആ ലാച്ചിങ്ങിൽ നമ്മൾ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ സ്ലോലി ക്ലോസ് ആയിരിക്കും. അപ്പോൾ സംഭവം സക്സസ് ആണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.